ഈ ദിവസങ്ങളിൽ അതിശക്തമായി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആമേൻ. നമ്മുടെ വിജയം പ്രാർത്ഥനയാണ് ദൈവമക്കളെ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥനയാണ് എൻ്റെ വിജയം. നമ്മളിലെ പ്രാർത്ഥന മനുഷ്യനെയാണ് ആത്മമണ്ഡലം ശ്രദ്ധിക്കുന്നത്. നമ്മളിലെ പ്രാർത്ഥന മനുഷ്യനെയാണ് ആത്മമണ്ഡലം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിലെ പ്രാർത്ഥന മനുഷ്യനെ തളർത്താനായിരിക്കും ആത്മമണ്ഡലം വ്യഗ്രത കാണിക്കുന്നത്. വേറെ എല്ലാം അവിടെ നിൽക്കട്ടെ. കർത്താവ് നമ്മോട് ചോദിക്കുന്നു, ദൈവദാസനെ, ദൈവദാസിയെ, നിന്നിലെ പ്രാർത്ഥന മനുഷ്യൻ ഇന്ന് പകൽ കരുത്തോടെ നിൽക്കുന്നുണ്ടോ? അത് അവിടെ തളർന്നു പോയോ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മിലെ പ്രാർത്ഥനാ മനുഷ്യൻ, ഈ കർത്താവും നമ്മളും തമ്മിൽ മാത്രം സംസാരിക്കുന്ന ആ പ്രാർത്ഥനയുടെ തലം എങ്ങനെയാ? കർത്താവ് ഇന്ന് പകൽ അവിടെ ഞങ്ങൾക്കൊരു ജയം വേണം. ആമേൻ. ശക്തനായ പ്രാർത്ഥനാ മനുഷ്യരെ വേദപുസ്തകത്തിൽ കാണാം. അങ്ങനെയുള്ള പ്രാർത്ഥനാ മനുഷ്യരിലൂടെ ദൈവാത്മാവ് സംസാരിച്ച ആലോചനകൾക്ക് അതിൻ്റെ സൗന്ദര്യമുണ്ട്. കാരണം ആ ദൂതുകളെല്ലാം അവരിൽ പിറന്നത് പ്രാർത്ഥനാ മുറിയില്ല. ആമേൻ. ദൈവജനത്തെ നശിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ വിമർശകരല്ല. ദൈവജനത്തെ നശിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാതെ ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ. അവർക്ക് നശിപ്പിക്കാനൊക്കെ തോന്നും. കാരണം പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാത്ത ദൂതുകൾ ദൈവജനത്തിന് ഒരു പ്രയോജനം ചെയ്യത്തില്ല. ആമേൻ. നിങ്ങൾ എന്നെ കൊല്ലത്തയച്ചാൽ നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ കൊല്ലത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയണമെന്നല്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കൊല്ലത്തയച്ചേ? നിങ്ങൾ എന്നെ കൊല്ലത്തയക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താ? നിങ്ങൾക്ക് കൊല്ലത്തോട് പറയാനുള്ളത് ആദ്യം എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരണം. ഞാൻ പോവാന്നുള്ളതല്ല. പക്ഷെ ഞാൻ കൊല്ലത്ത് പോകും, എനിക്കിഷ്ടമുള്ളത് പറയും. നിങ്ങൾക്ക് എന്താ പ്രയോജനം? കർത്താവേ, അങ്ങ് പറയുന്നത് പ്രാർത്ഥനാമുറിയിലൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. നമ്മളല്ലേ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരല്ലേ? നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ? നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ആമേൻ പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകും. കർത്താവ് ചോദിക്കും, ഒരു മര്യാദയില്ലേ ഇതിന്? ഇങ്ങോട്ട് തുടർച്ചയായി സംസാരിക്കുമ്പോൾ തിരിച്ച് ഞാനും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? കണ്ണുണ്ടായിട്ടും കാണാത്തവനല്ല ഞാൻ, കാതുണ്ടായിട്ടും അല്ല, അതരമുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിവില്ലാത്തവനല്ല. ഇതെല്ലാം ഞാൻ ചെയ്യുന്നവനാ. അങ്ങനെ നീ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ നീ എന്നോട് പറഞ്ഞിട്ട് എനിക്കൂടെ സംസാരിക്കാൻ നീ ഒരു അവസരം തരണം. അല്പനേരമെങ്കിലും ഒന്ന് ശാന്തമായി എൻ്റെ അടുത്തിരിക്കാൻ നിനക്ക് പറ്റിയാൽ. ആമേൻ. ദൈവമക്കളെ, എന്നെ ഒരുപാട് ശ്രദ്ധിപ്പിച്ച ഒരു ചിന്ത, അത് പറഞ്ഞിട്ട് ദൂതിലേക്ക് പ്രവേശിക്കാം. സ്വന്തം സ്ഥലത്ത് കിടന്ന ഉറങ്ങുന്ന ഏലി പുരോഹിതനെ കാണുമ്പോൾ നമുക്ക് എന്തു തോന്നും? പരാജിതനെന്ന് തോന്നുകയല്ലേ? ഇല്ലേ? പരാജിതനല്ലേ? ഒരു തലമുറയുടെ നടുവിൽ ഉറങ്ങിപ്പോയി. ഏറ്റവും മുൻപിൽ ഒരാൾ ഉറങ്ങുകയാണ്. എന്നാൽ ദേ അകത്ത് ഒരു യൗവനക്കാരൻ ഉണർന്നിരിക്കുന്നു. ആലയത്തിൽ ഒരു ശബ്ദം മുഴങ്ങി, സമൂലെ. വിളിച്ചത് ദൈവമാണെങ്കിലും
ആരെ വിളിച്ചോ അവന് മനസ്സിലായില്ല ഇത് ദൈവമാണെന്ന്. ദൈവമാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിവില്ലെങ്കിലും ദൈവം നിന്നെ വിളിക്കുമല്ലോ. അവൻ നേരെ വന്ന് ആരോട് ചോദിച്ചു? ഏലിയോട് ചോദിച്ചു, വിളിച്ചോ? ഇല്ല, ഞാൻ നിന്നെ വിളിച്ചില്ല. ദൈവമാ വിളിച്ചതെങ്കിലും ഇവൻ മനുഷ്യനോടാ അന്വേഷിച്ചേ. അതുകൊണ്ട് ദൈവനെ വിളിക്കാതിരുന്നോ? ഇല്ല, ദൈവം വീണ്ടും വിളിച്ചു. അപ്പൊ ദൈവം ഒന്നിനു വേണ്ടി നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ലെങ്കിലും നമ്മളെ അവൻ വീണ്ടും വിളിക്കും. ആമേൻ. ദൈവം വീണ്ടും വിളിച്ചു സാമുവേലേ. അവൻ ചോദിച്ചു, വിളിച്ചോ? ആരോട് ചോദിച്ചു? ഏലിയോട് ചോദിച്ചു. വിളിച്ചോ എന്നെ? ഇല്ല. ഇല്ലാന്ന് ഏലി പറഞ്ഞു നിർത്തുകയും ഏലിയുടെ ഹൃദയം ഒന്ന് ചലിച്ചു. ഇതിനകത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞേ, ഇനി അങ്ങനെ സംഭവിച്ചാൽ അടിയനിതാ പുരോഹിത, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇതൊരു കാലഘട്ടത്തിന്റെ ബന്ധമാ. ഇപ്പൊ വിളിക്കുന്നില്ല, പക്ഷേ ഇപ്പൊ വിളിക്കുന്ന ഒരു തലമുറയോടത് പറഞ്ഞു കൊടുക്കാൻ ഏലിയുടെ കയ്യിൽ ഒരു സൂത്രവാക്യം ഇരിപ്പുണ്ട്, ഇല്ലേ? പരാജിതരെന്ന് നാം മുദ്രകുത്തി ഇട്ടേക്കുന്ന പല ഏലിമാർക്കും ഒരു ശബ്ദം കേൾക്കാനുള്ള സൂത്രവാക്യം നമുക്ക് തരാൻ ഇപ്പോഴും കഴിയും. ആമേൻ. കാരണം അവര് മുമ്പേ ഇത് കേട്ടവരാ. മുമ്പേ ദൈവശബ്ദം കേട്ടുറങ്ങിയ ഏലിമാരെ കാണിച്ചിട്ട് തമ്പുരാൻ നമ്മോട് പറയും, കുഞ്ഞേ, എന്തിനാ ഇത് കാണിക്കുന്നറിയാവോ? നിന്നേക്കാൾ ഗൗരവമായി ശബ്ദം കേട്ട മനുഷ്യനായത്. ഇവൻ ഉറങ്ങിയെങ്കിൽ കാലഘട്ടം കഴിയുമ്പോൾ ആ ഉറക്കം നിന്റെ മേലും വരാൻ സാധ്യതയുണ്ട്. കർത്താവെ, അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാനും കൂടെ ചേർത്തൊരഭിഷേകം എനിക്ക് തരണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? നിലനിൽക്കുന്ന ഒരു പകർച്ച അടുത്ത തലമുറ എഴുന്നേൽപ്പിക്കുമ്പോൾ അവരോട് കൂടെ തന്നെ നടക്കാൻ ഒരഭിഷേകം. ആമേൻ. അങ്ങനെയുള്ള ശക്തന്മാരുടെ ദൂതുകൾ നമുക്കൊത്തിരി സഹായമാണ്. യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായങ്ങളേ ഉള്ളൂ. യാക്കോബിൻ്റെ ലേഖനം എല്ലാ വാക്യമൊന്നും നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ ആദ്യത്തെ ഒരു വാക്യം ഒന്ന് വായിച്ച് ദയവ് ചെയ്ത് പുസ്തകങ്ങൾ അടച്ച്, നോട്ട്ബുക്കുകൾ അടച്ച്, റൈറ്റിംഗ് പാഡുകൾ അടച്ച് എന്നെ ശ്രദ്ധിക്കണം. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം ആദ്യ വാക്യം ഒന്ന് വായിച്ചേ. ഒന്നുകൂടെ. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എങ്ങനെ പാർക്കുന്നവരാ? ഇനി പുസ്തകങ്ങളൊന്ന് അടച്ചേ. ചിതറിയവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ചിതറിപ്പോയവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ചിതറിപ്പോയവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ?
പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ചിതറിപ്പോയവരുണ്ടല്ലേ? ഇല്ലേ? ചിതറിപ്പോയി. എന്തുകൊണ്ടാണ് ചിതറിപ്പോയെ? പരിശുദ്ധാത്മാവ് നടത്തുന്ന അതിശക്തമായ ദൈവിക പണിക്കെതിരെ ഗൗരവമായ പീഡകൾ പെരുകിയപ്പോൾ ചിതറിപ്പോയി. ഭയങ്കര ഒരു ചിതറിച്ചങ്ങ് സംഭവിച്ചു. എന്നാൽ നമ്മളെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ചിതറിയവർ വചനം സംസാരിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അതൊരു കൃപയല്ലേ? എവിടെയൊക്കെയോ കെട്ടുറപ്പുകൾ അങ്ങ് നഷ്ടപ്പെടുമ്പോഴും ഇവരിങ്ങനെ സഞ്ചരിക്കുകയെ. ചോദിച്ചേ, എന്താ പറ്റിയേ? ചിതറിപ്പോയി ദൈവദാസനെ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നേ? ചിതറിയെങ്കിലും ഞങ്ങൾ വചനം അങ്ങ് വിതയ്ക്കുക. ആമേൻ. ഇനി ശമരിയ പട്ടണത്തിലോട്ട് നോക്കിയേ. അതിന്റെ തെരുവീതിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചേ. ഫിലിപ്പോസ് അല്ലേ അത്? ഫിലിപ്പോസ് ഈ പട്ടണത്തിൽ എങ്ങനെയാ വന്നേ? ചിതറിയതാ ദൈവദാസനെ. ഇങ്ങനെ ചിതറിപ്പോയപ്പോ നിങ്ങൾക്ക് എന്താ സംഭവിച്ച? വ്യക്തിപരമായി ഈ ഒരു വലിയ ചിതറൽ സംഭവിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാനും ചിതറി. പക്ഷേ ഇന്നു വരെ ഇല്ലാത്തൊരു ദൈവപ്രവൃത്തി എൻ്റെ കൂടെ വെളിപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. നിന്റെ ചില കെട്ടുറപ്പുകളെ തൊടാൻ തമ്പുരാൻ അനുവാദം കൊടുത്തു. തമ്പുരാൻ ഉദ്ദേശിച്ചത് നീ ചിതറണമെന്ന് തന്നെയാണ്. നീ ചിതറണമെന്ന് തമ്പുരാൻ ഉദ്ദേശിച്ചത് എന്തിനാണെന്നറിയാവോ? നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ പീലിപ്പോസ് പുറത്തു വരണം. ആമേൻ. ശമരിയ പട്ടണത്തെ ഒന്ന് ചലിപ്പിക്കാൻ നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന പലതിനെയും ചിതറിച്ച് കളഞ്ഞ ചില മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്റെ പരാജയത്തിൻ്റെ കാരണം നിന്നോട് സംസാരിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുമാർ നിന്നെ ശക്തീകരിച്ച് ഇന്ന് പകൽ നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ദൈവദാസന്മാരെ, ദൈവമക്കളെ, അതിശക്തമായ ശുശ്രൂഷയുടെ നിയോഗമുണ്ടെങ്കിലും അതീവ സൂക്ഷ്മമായ തലങ്ങളിൽ പരാജയപ്പെട്ട് ആ മേഖലയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ, പങ്കുവയ്ക്കാതെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാത്രം ആ പോറലോടെ ഇന്ന് പകൽ ഇതിനകത്ത് ശക്തന്മാരായ ശുശ്രൂഷകന്മാർ വന്നിട്ടുണ്ട്. ദൈവാത്മാവിനോട് ക്ലിയറായി പറയുന്നു, നിന്റെ പരാജയത്തിൻ്റെ രഹസ്യം ദൈവാത്മാവ് ഇന്ന് പകൽ നിനക്ക് കാണിച്ചു തന്ന് അതിൻ്റെ മേൽ ജയമെടുക്കാനുള്ള ഒരു അഭിഷേകം ഇന്ന് പകൽ നിന്റെ മേൽ പകർന്ന് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്കെതിരെ ഉന്നം വയ്ക്കുന്ന മേഖലകൾ മുട്ടുമടക്കുമാറ് ഇന്ന് പകൽ നിന്നെ കരുത്തു പകരാൻ, നിന്നെ ശക്തീകരിക്കാൻ. പ്രാർത്ഥിക്കേ, 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 പ്രാർത്ഥിക്കേ. ഇന്ന് പകൽ നമ്മുടെ ചരിത്രം മാറണം. ഇന്ന് പകൽ നമ്മുടെ നില മാറണം. ഇന്ന് പകൽ നമ്മുടെ ജീവിതം തിരിയണം. ഭാവി വാഗ്ദത്തങ്ങളെക്കാൾ എൻ്റെ പരാജയത്തിൻ്റെ പിന്നിലെ കാരണങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന അതിൻ്റെ മേലെനിക്ക് ജയം തരുന്ന ഒരു പകൽ എനിക്ക് വേണമെന്ന് എത്ര പേർ കൊതിക്കുന്നുണ്ട്? എനിക്ക് അത് മതി. അത് സംഭവിച്ചാൽ എനിക്കറിയാം എൻ്റെ വഴികൾ തുറക്കും.
ദൂത്, ഫിലിപ്പോസേ, നീ ചിതറിയവനാ. പക്ഷെ നിന്നെ ചിതറിച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നിടുമ്പോ ഇനി ഞാൻ നിന്റെ കൂടെ നിൽക്കും. ശക്തന്മാരില്ലാഞ്ഞല്ല, രണ്ടാം നിരയിൽ നിന്ന് നിന്നെ ഞാൻ ചിതറിച്ചതാ. ഇനി ഈ പട്ടണത്തിൽ ചില കാര്യങ്ങൾ നിന്നെ കൊണ്ട് ഞാൻ ജയിക്കും. ഈ പട്ടണത്തിൽ അതേപോലെ നീ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്യോപ്യൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തേരിനെ നീ ആത്മാവിൽ പിടിച്ചു നിർത്തും. കണ്ടോ, ഒരു നിർജ്ജന വഴിയിൽ നിൽക്കുന്ന നീ ഒരു രാജ്യത്തിൻ്റെ വാതിലിനെ അവിടെ ഇട്ട് തുറക്കുകയാണ്. നീ ആ രാജ്യത്ത് പോയില്ല, എന്നാൽ ഒരു നിർജ്ജന വഴിയിൽ നിന്ന് വേറൊരു രാജ്യത്തിൻ്റെ വാതിലിനെ തുറക്കുമാറ് നീ ചില തേരിനെ ആത്മാവിൽ തടയും. അന്യ രാജ്യങ്ങളുടെ വാതിലുകളെ തുറക്കാൻ പാകത്തിലുള്ള അഭിഷേകം ഇന്ന് പകൽ ഞാൻ ചിലതിനെ മേൽ പകരും. നീ കാല് കുത്താതെ ചില നിർജ്ജന വഴികളിൽ നിന്ന് നിന്നെ കൊണ്ട് ഞാനത് തുറപ്പിക്കും. നിന്റെ മുൻപിൽ ആ തേര് നിൽക്കും. കണ്ടോ, ചിതറിയപ്പോ ഒരു പക്ഷേ ആത്മമണ്ഡലം സന്തോഷിച്ച് കാണും. തേര് നിന്നപ്പോഴോ ആത്മാവിൽ ചില തേരുകളെ നിർത്താൻ ചിതറലിന്റെ അനുഭവമുള്ള അഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിക്കും. നിന്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ ചിതറി, നിന്റെ വർധനവിന്റെ തലങ്ങളിൽ ചിതറി, നിന്റെ അഭിഷേക തലങ്ങളിലെ ഉയർച്ചകളുടെ നടുവിൽ നീ ചിതറി. എന്നാൽ ആ ചിതറിയ നിന്റെ മേൽ ഇന്ന് പകലന്റെ അഭിഷേകത്തിന്റെ പകർച്ചയിട്ട് നിന്നെ കൊണ്ട് ചില തേരുകളെ പിടിച്ചു നിർത്തിപ്പിക്കുമാറ് പ്രാർത്ഥിക്ക്, 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 പ്രാർത്ഥിക്ക്. ഈ ശുശ്രൂഷാ മണ്ഡലത്തിന്റെ ദുർജന വഴിയിൽ എന്റെ മുൻപിൽ വന്നു നിൽക്കാൻ പോകുന്ന ചില തേരുകൾ. ദേവദാസനെ, ശുശ്രൂഷ യാത്രയിൽ ദൈവാത്മാവ് നിന്നോട് ചോദിക്കുന്നു, ഇതൊരു നിർജ്ജന വഴിയാന്ന് തോന്നിയോ? ഇപ്പോ നീ നിൽക്കുന്നത് ഒരു നിർജ്ജന വഴിയാന്ന് നിനക്ക് തോന്നിയോ? നിന്നെ ഇവിടെ നിർത്തിയത് എന്തിനാണെന്നറിയാവോ? ദൂത് പറഞ്ഞ ദൈവാത്മാവിന് തെറ്റിയിട്ടില്ല. ആ തേര് ഇതുവഴിയാ വരുന്നത്. പലരും നിൽക്കുന്നിടത്ത് നിന്നെ നിർത്താഞ്ഞത് എന്താണെന്നറിയാമോ? പല തിരക്കുള്ളിടത്ത് നിന്നെ നിർത്താഞ്ഞത് എന്താണെന്നറിയാമോ? ആ തേര് വരുന്നത് ഇതുവഴിയോ. നിന്നെ മുന്നമേ കൊണ്ട് നിർത്തിയത് ചില നിർജ്ജന മണ്ഡലങ്ങളിലാണെന്ന് നിനക്ക് തോന്നിയാലും ആ തേര് വരുന്നത് ഇതുവഴിയോ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നിനക്ക് തോന്നിയോ ഇത് നിർജ്ജന മണ്ഡലത്തിലാ നിൽക്കുന്നതെന്ന്? ഒത്തിരി ഉപവസിച്ചിട്ട് നിനക്ക് തോന്നിയോ ഇത് നിർജ്ജന വഴിയിലാ നിൽക്കുന്നതെന്ന്? ആമേൻ. പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച ദൈവത്തിന് തെറ്റുപറ്റിയതല്ല. തേര് വരുന്ന വഴിത്തലക്കൽ ഇതാ. അനേകർ നിൽക്കുന്ന വഴിത്തലക്കൽ തേര് വരുന്നില്ല. എന്നാൽ നിയോഗമുള്ള നീ നിൽക്കുന്ന വഴിത്തലക്കലൂടെ തേര് വരും. അതൊരു രാജ്യത്തെ തുറക്കുന്ന വാതിലായിരിക്കും. അതൊരു രാജ്യത്തെ തുറക്കുന്ന ശുശ്രൂഷയായിരിക്കും. അതൊരു രാജ്യത്തിന്റെ വാതിൽ ആമേൻ വലിച്ചു തുറക്കുന്ന അഭിഷേകമായിരിക്കും.
ദൈവത്തിന് ടൈമിംഗ് ഉണ്ട്, ദൈവത്തിന് സമയമുണ്ട്. ഒറ്റപ്പെട്ടോ? ഒറ്റപ്പെട്ടോ? നീ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടോ? അതിന്റെ വേദന നീ അനുഭവിക്കുന്നു, അതിന്റെ സങ്കടം നിന്റെ അകത്തുണ്ടോ? ആമേൻ. അതിന്റെ വിലാപം നിന്റെ ഉള്ളിലുണ്ടോ? ദൈവത്തിന് ടൈമിംഗ് തെറ്റിയിട്ടില്ല. ആരും ചെയ്യാത്തത് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ അവൻ ആഗ്രഹമുള്ളത് കൊണ്ട് നിന്റെ കാലഘട്ടത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ കൂടെ നിൽക്കുന്നവരിൽ പലർക്കുമില്ലാത്ത ഒരു നിർജ്ജന വഴിയുടെ തലയ്ക്കൽ നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിന്നോട് സംസാരിക്കാൻ ദൂതുണ്ട്. ഈ തേര് വരുന്ന വഴിയിൽ ആ തേരിനകത്തിരുന്ന് സുവിശേഷത്തെ തെളിയിച്ച് രാജ്യങ്ങൾക്കകത്ത് ആമേൻ ദൈവപ്രവൃത്തിയുടെ തീയിടാൻ ഞാൻ നിന്നെ സ്പെഷ്യലായി കണ്ടതുകൊണ്ട് നാളുകളായി ഞാൻ നിന്റെ പിന്നാലെ നടന്ന് ആമേൻ അനേകർക്ക് കൊടുക്കാത്തൊരു വിളി നിനക്ക് തന്ന് നീ ഒരു സാധാരണക്കാരനല്ലെന്ന് നിന്നോട് പറഞ്ഞ് നിന്നെ ഒതുക്കി കളഞ്ഞ മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ഇറങ്ങി വരുന്ന ആത്മപ്രകാശത്തിന്റെ തീ ഇന്ന് പകൽ നിന്നിലെ പീലിപ്പോസിനെ ഇന്ന് പകൽ വലിച്ച് പുറത്തിറങ്ങട്ടെ. പ്രാർത്ഥിച്ചു കയറ്, പ്രാർത്ഥിച്ചു കയറ്, പ്രാർത്ഥിച്ചു കയറ്. അഭിഷേകം പ്രാർത്ഥനയുടെ തീ, ആ പുറപ്പാടിന്റെ തീ, ആ വെളിപ്പാടിന്റെ തീ അതടേ അതടേ നിന്റെ ചരിത്രം മാറട്ടെ, നിന്റെ സ്ഥിതി മാറട്ടെ, നിന്റെ അഭിഷേകം മാറട്ടെ. നിന്റെ ശുശ്രൂഷ മാറട്ടെ, നിന്റെ അധികാരം പുതുകട്ടെ. നിന്റെ വെളിപ്പാട് വർദ്ധിക്കട്ടെ. രാജ്യങ്ങളുടെ മേലുള്ള അധികാരം, രാജ്യങ്ങളുടെ മേലുള്ള അധികാരം, ചില തേരുകളെ പിടിച്ചു നിർത്താനുള്ള അധികാരം, അതിന്റെ വെളിപ്പാട് തെറ്റി ഒഴിയാൻ കഴിയാത്ത വിധം ചില അധികാരസ്ഥന്മാരെ പിടിച്ചു നിർത്തുന്ന ആമേൻ വചനത്തിന്റെ ശക്തി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന പകൽ കാതലായാലോ ഇന്ന് പകൽ എന്റെ മേൽ വീഴണമെന്ന് ദാഹിക്കുന്നവൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കട്ടെ.
ദൈവദാസന്മാരെ, ദൂത് പറഞ്ഞ് തീരുന്നതിനു മുന്നമേ നിന്റെ ദൂത് കേട്ടുകൊണ്ടിരുന്നവൻ നിന്നോട് തിരിച്ചു ചോദിക്കുന്നു, സ്നാനപ്പെടാൻ ദേ വെള്ളം, ദേ വെള്ളം. നിന്റെ പ്രസംഗത്തിന് ആമേൻ പറയുന്നതിന് മുന്നമേ കേൾവിക്കാരൻ കൽപ്പന അനുസരിക്കാൻ റെഡിയാകുന്ന ഒരു അഭിഷേകം. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ദൂത് പറഞ്ഞ് അവസാനിക്കുന്നത് മുന്നമേ നീ പറഞ്ഞ ദൂത് ജനത്തിന്റെ അകത്തൊരു വിടുതലാകുന്ന അഭിഷേകം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നു. ഇന്ന് പകൽ അധികാരം ഇതിന്റെ നടുവിലേക്ക് ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നു. നിന്നിലൂടെ യഹോവയുടെ വായ സംസാരിക്കാൻ പോവുക ഈ ദിവസങ്ങളിൽ. അഭിഷിക്തന്മാർ എന്നെ കേൾക്കുന്നുണ്ടോ? നിന്നിലൂടെ യഹോവയുടെ വായ ഈ ദിവസങ്ങളിൽ സംസാരിക്കാൻ പോകുക. 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 ഇന്ന് പകല ഉറപ്പ് നിന്റെ മേൽ വരട്ടെ അഭിഷേകമായി. ഇന്ന് പകല ധൈര്യം നിന്റെ മേൽ വരട്ടെ അഭിഷേകമായി. ഇന്ന് പകല അപ്പോയിന്റ്മെന്റ് ഓർഡർ നിന്റെ മേൽ ഒരു അഭിഷേകമായി വീഴട്ടെ. നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവമോ, നിന്നെ ആ ദേശത്ത് നിർത്തിയിരിക്കുന്ന ദൈവമോ, നിന്നെ അയക്കുന്നത് ദൈവമോ, നിന്നിലൂടെ സംസാരിക്കുന്ന ദൈവമോ. നിന്റെ കാലഘട്ടത്തിൽ പല അഭിഷിക്തന്മാരെ നോക്കിയിട്ട് നീ ചോദിച്ചോ, അവർക്കാർക്കും ഇല്ലാത്ത ഈ നിർജ്ജന വഴി എനിക്ക് എന്തിനാന്ന് നീ ചോദിച്ചോ? ഞാൻ പ്രസംഗിക്കുന്നതിന്റെ പരസ്യ പ്രാർത്ഥനയെ കുറിച്ചല്ല, ഞാൻ പ്രസംഗിക്കുന്നത് നിന്റെ രഹസ്യ നിലവിളിയെ കുറിച്ചാണ്. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആരും കേൾക്കാതെ നിന്റെ ഉള്ളം കൊണ്ട് നീ കരയുന്ന കരച്ചില്ല ഇന്ന് പകൽ ദൈവാത്മാവ് നിനക്ക് മറുപടി തരുന്നു. നീ ചോദിച്ചോ? രഹസ്യ തലങ്ങൾ നീ ചോദിച്ചോ? അങ്ങനെ പത്തും 300 പേരിരിക്കുന്ന ഹോളിനകത്തൊക്കെ നാം പരിസരം മറന്നു പോകുന്നത് നിന്റെ രഹസ്യ പ്രാർത്ഥനാ മുറിയുടെ തേങ്ങൽ അത്ര ശക്തമായതുകൊണ്ടാണ്.
നിനക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിന്റെ ശരീരം നിന്റെ പിടിവിട്ടു പോകുന്നെങ്കിൽ നീ എവിടെയോ രഹസ്യ തലങ്ങളിൽ ഇരുന്ന് കരയുന്നതിനെ കുറിച്ച് ആത്മാവ് നിന്നോട് സംസാരിക്കുന്നതുകൊണ്ടാ. അത് പീലിപ്പോസിന് മനസ്സിലാകും. ഒൻപത് ശിഷ്യന്മാർക്കില്ലാത്ത മലകയറ്റം എന്താ? ഞങ്ങൾക്കെന്ന് പത്രോസും യാക്കോബും യോഹന്നാനും ചിന്തിച്ചു കാണും. കൂടെ ഇറങ്ങിത്തിരിച്ച 9 പേർക്കില്ലാത്തൊരു മലകയറ്റം ഞങ്ങൾക്ക് 3 പേർക്ക് എന്താ? ചിന്തിച്ചു കാണും. പക്ഷേ നൊന്തുപിടയുന്ന ചന്ദ്രരോഗിയുടെ മകനെ സൗഖ്യമാക്കാൻ ഈ താഴ്വരയിൽ സുഖത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് 9 നിസ്സഹായമായി പോയപ്പോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്ന മലകയറ്റം കഴിഞ്ഞ് നീ ഇറങ്ങി വരുന്ന സമയത്ത് നിന്നെ പിടിച്ചു നിർത്തിയേട്ട നിന്റെ മുൻപിൽ 9 പരാജയപ്പെട്ട രോഗിയെ അഭിഷേകം സൗഖ്യമാക്കിയത്. നീ ചോദിച്ചു ആർക്കുമില്ലാത്ത വിമർശനം എന്താന്ന്? നീ ചോദിച്ചു ആർക്കുമില്ലാത്ത കല്ലേർ എനിക്കെന്തിനാന്ന്? നീ ചോദിച്ചോ കൂടെ ഇറങ്ങി തിരിച്ച് 9 താഴ്വരയിൽ നിൽക്കുമ്പോ ഞങ്ങൾ എന്തിനാ ഈ മല കയറുന്നെന്ന്? ഒൻപതെണ്ണത്തിന് പങ്കാളിത്തമില്ലാത്തൊരു ശുശ്രൂഷ മല കയറുന്ന നീ ചെയ്യും. അതൊരു പണിയാണ്. അത് ദൈവത്തിന്റെ പണിയാണ്. യാക്കോബ് എന്തിനാ ഇങ്ങനെ എഴുതിയേ? കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് ആ യാത്രയിൽ പോകാൻ വിശ്വസിക്കാൻ പരാജയപ്പെട്ട മനുഷ്യനാ ഇത്. പിന്നീട് വിശ്വസിച്ചു. വേദപുസ്തകത്തിൽ പലയിടത്തും എഴുതി യാക്കോബിനും അപ്പോസ്തലന്മാർക്കും, യാക്കോബും അപ്പോസ്തലന്മാരും. ഒരു സമയത്ത് നീ കൃപയിൽ ഇല്ലായിരുന്നു, പിന്നീടാ വന്നേ. പക്ഷെ വന്നപ്പോ നീ കരുത്തോടാ വന്നേ. ദൈവവചനത്തിന്റെ മർമ്മം കണ്ട പൗലോസില്ലേ, അദ്ദേഹം എഴുതിയ ദൂതുകൾ അതിന്റെ പ്രായോഗിക തലത്തിലുള്ള വിജയ രഹസ്യം ദേ ഈ മനുഷ്യൻ എഴുതുന്നു. ഈ മനുഷ്യൻ എഴുതിയ 5 അധ്യായങ്ങൾ വിശ്വാസം എന്ന് പറഞ്ഞു തുടങ്ങി അല്ലേ, പ്രാർത്ഥന എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് രണ്ടും അകത്ത് കയറിയാൽ ജയിക്കും. ഇത് രണ്ട് ഇന്ന് പകൽ നമ്മുടെ അകത്ത് വീണാൽ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നറിഞ്ഞ് ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ? പകർന്നു കിട്ടിയ വിശ്വാസത്തെ തമ്പുരാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? തോന്നിയോ? തോന്നുന്നെങ്കിൽ യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട്
പക്ഷേ സംശയം കൂടാതെ വേണം. ഇരുമനസ്സുള്ളവൻ സകല വഴികളിലും അസ്ഥിരൻ. നോക്കിയേ, വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുന്നവൻ ആരോട് ചോദിക്കാനാ പറഞ്ഞേ? പ്രവാചകനോട്, പാസ്റ്ററോട്, കൂട്ടുവിശ്വാസിയോട്, ഉറ്റ സുഹൃത്തിനോട്, പിന്നെ സംസാരിക്കാൻ തയ്യാറായ ഒരാൾ വന്നിട്ടുണ്ട് ദൈവമക്കളെ. സംസാരിക്കാൻ തയ്യാറായി. എന്തിനാണെന്നറിയാവോ? ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാക്കാൻ. അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരത്തില്ലെന്നാണോ പറഞ്ഞേ? നിന്നെ ബാധിക്കുന്നതൊന്നും വരികയില്ല. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാ നീ ചോദിക്കണ്ടേ? അപ്പാ, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ ജ്ഞാനം. പ്രാർത്ഥിക്കാൻ വിഷയമുണ്ടോ? പ്രാർത്ഥിക്കാൻ സമയം എടുക്കണോ? ഒരു സാധാരണ പ്രാർത്ഥനയിൽ നിന്ന് അപ്പുറത്തേക്ക് കയറണോ? ദൈവം സംസാരിക്കും. എന്ത് സംസാരിക്കും? ജ്ഞാനം സംസാരിക്കും. കാരണം എന്താ? അത് ദൈവത്തിനെ അറിയത്തുള്ളൂ. പക്ഷെ ഒന്നെനിക്കറിയാം, തികഞ്ഞവനാക്കാനും സമ്പൂർണനാക്കാനും ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ കാലഘട്ടത്തെ എങ്ങനെ തരണം ചെയ്യണമെന്നും ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ജ്ഞാനം എനിക്ക് തരാനുള്ളത് കർത്താപ്പച്ചൻ്റെ കരത്തിലുണ്ട്. അങ്ങനെയാണ് എനിക്ക് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചാൽ പോരാ. എനിക്ക് പവർ കോൺഫറൻസിനകത്ത് മാത്രം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. എനിക്ക് 12 hours പ്രൈസ് ആൻഡ് വർഷിപ്പ് വരുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. പിന്നെ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇതുവരെ അത് വെളിപ്പെട്ടില്ലെങ്കിൽ ഇന്നു പകൽ അത് നിന്റെ മേൽ ആരംഭിക്കാൻ ദൈവാത്മാവിന് ആഗ്രഹമുണ്ട്. നീ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നീ പ്രാർത്ഥിക്കും. നീ കൂട്ടുകാരനോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ ഉള്ളിൽ ഒരു അഭിഷേകം പ്രാർത്ഥിക്കും. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ അകത്ത് പറ, ആര്? വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പൊ പോന്നേ. കർത്താവ് ചോദിക്കുന്നു, എന്നോട് ചോദിച്ചോ ഈ ദിവസങ്ങളിൽ? ദൈവമക്കളെ, ദൈവസാന്നിധ്യം വരുമ്പോഴുള്ള നമ്മുടെ ചലനയില്ലേ, അത് അഭിഷേകത്തിന്റെ ആയിരക്കണക്കിന് ലക്ഷണങ്ങളിൽ ഒന്ന് മാത്രം. അപ്പൊ പിന്നെ അഭിഷേകം എന്താ? അതൊരു തീവ്രമായ ബന്ധത്തിന്റെ ഉറപ്പിക്കല. ആരുമായിട്ട്? ഉടമസ്ഥനുമായിട്ട്. ഈ നമ്മളിലെ ഈ പഴയ മനുഷ്യനെ ഒന്ന് പൊട്ടിച്ച് നമ്മളിലൊരു ക്രിസ്തുവിന്റെ മനുഷ്യനെ ഒന്ന് വെളിപ്പെടുത്തണ്ടേ തമ്പുരാന്? അതെപ്പോഴാ? അത് യോഗത്തിലല്ല, അത് വിശ്വാസത്തിന്റെ പരിശോധനയിലാ. ഈ പണി നടക്കുന്ന എവിടെയാ? യോഗത്തിലാണ്. അല്ല പിന്നെ ദൈനംദിന ജീവിതത്തിൽ നാം കടന്നു പോകുന്നതിലൂടെ ഈ പണി.
അതെന്താ ഇയാൾക്കില്ലാത്ത പണി എനിക്ക്? ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇയാളിലുള്ള പഴയ മനുഷ്യനല്ല എന്നിലുള്ളത്. അതെന്താ? ഞങ്ങൾ രണ്ടുപേരിലും രണ്ട് തരത്തിലുള്ള പഴയ മനുഷ്യൻ. അത് തമ്പുരാനെ അറിയുന്നതിന് മുൻപ് ഇയാൾ നടത്തിയ ജീവിതശൈലിയിലല്ല ഞാൻ ജീവിച്ചത്. നമ്മുടെ വ്യർത്ഥമായ ജീവിത ശൈലിയിൽ നിന്ന് രൂപം കൊള്ളുന്ന പഴയ മനുഷ്യൻ. ഓക്കേ, വ്യർത്ഥമായ ജീവിത ശൈലിയിൽ നിന്ന് എന്നിൽ രൂപം കൊണ്ട പഴയ മനുഷ്യനുണ്ട്. അതെന്റെ ജീവിത ശൈലിയിൽ നിന്ന്. അപ്പൊ ആ പഴയ മനുഷ്യന്റെ ഡിസൈൻ എങ്ങനെയാ? അതിന്റെ കരുത്ത് എങ്ങനെയാ? അതിന്റെ മ്ലേച്ഛത എത്രയാ? ആമേൻ. അതിന് ദൈവോന്മുഖമായി സഞ്ചരിക്കാത്ത പെർസെന്റേജ് അത് എത്രയാ? അത് എന്റെ ജീവിത ശൈലിയിൽ നിന്ന്. ഇദ്ദേഹം അങ്ങനെയല്ല. അപ്പൊ ആ പഴയ മനുഷ്യനിൽ നിന്ന് ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനാകാൻ എനിക്ക് തരുന്ന പണിയല്ല ഇങ്ങർക്ക്. അങ്ങനാണ് എനിക്ക് തരുന്ന ആത്മശക്തി അല്ല ഇങ്ങർക്ക്. അത് ഞാൻ കർത്താവിനോട് ചോദിക്കണം. ആമേൻ. കാവൽക്കാരാ, രക്തം ജയം ശകനഘടക. ഇന്ന് പകൽ ഒരു അധികാരത്തിന്റെ അഭിഷേകം അഭിഷിക്ക നിന്റെ മേൽ ദൈവാത്മ വളരുകയപ്പോൾ സകല താന്ത്രിക മണ്ഡലങ്ങളെയും ബന്ധിക്കുന്ന ഒരാത്മാവിന്റെ അഭിഷേകം. കാവൽക്കാരോ, നേരം പുലർന്നോന്നല്ല, രാത്രി എന്തായി? നീ പാർക്കുന്ന കാലഘട്ടത്തിൽ വ്യാപരിക്കുന്ന രാത്രിയുടെ ഘനം എത്രയായി? നീ ശുശ്രൂഷിക്കുന്ന ദേശത്ത് വ്യാപരിക്കുന്ന ആത്മീക ഇരുളിന്റെ ഘനം എത്രയാ? നീ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന വേദി പണിയപ്പെട്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ വ്യാപരിക്കുന്ന ആത്മീക ഇരുളിന്റെ ഘനമെത്രയാ? നിനക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഈ പട്ടണത്തിൽ മുഴങ്കാൽ മടക്കുന്ന സമയത്ത് അതിൻ്റെ ഘനം 100%. എന്നാൽ അങ്ങയോട് ചേർന്നിരുന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവാലോചന കേട്ടു. ഇന്ന് ഞാൻ പറയാം, അതൊരു 80%, 20% കുറഞ്ഞു. ഇനിയും അത് കുറയാനുണ്ട്. അതിനെ കുറയ്ക്കാനുള്ള ഒരു ജ്ഞാനത്തിന്റെ അഭിഷേകം ഇന്ന് പകൽ എന്റെ മേൽ പകരുക. നീ ശുശ്രൂഷിക്കുന്ന തലമുറയിൽ വീണുകിടക്കുന്ന പാപാന്തകാരത്തിന്റെ ഘനത്തിന്റെ ശതമാനം, പ്രവാചക, നിനക്കറിയാമോ? നീ ശുശ്രൂഷിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ആത്മമണ്ഡലത്തിൽ വീണുകിടക്കുന്ന ആത്മീക രാത്രിയുടെ ഘനം നിനക്കറിയാവോ? നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവത്തോട് യാചിക്കട്ടെ. ചോദിക്കുന്നവൻ സംശയമില്ലാതെ യാചിക്കണം.
ഇരുമനസ്സുള്ളവൻ സകല വഴികളിലും അസ്ഥിരൻ. തിരുവനന്തപുരം പട്ടണത്തിലാക്കി വെച്ചോ, പുനലൂരിലാക്കി വെച്ചോ, കൊല്ലത്താക്കി വെച്ചോ, തിരുവല്ലയിലാക്കി വെച്ചോ, കൊട്ടാരക്കരയിലാക്കി വെച്ചോ, പുത്തൂരാക്കി വെച്ചോ, തമ്പുരാൻ ചോദിക്കാനുണ്ട്, കാവൽക്കാരാ അവിടുത്തെ രാത്രി എത്രയായി? ദൂതന്മാരോടല്ല ഞാൻ ചോദിക്കുന്നേ, അവിടെ ഭരിക്കുന്ന അധികാരങ്ങളോടല്ല ചോദിക്കുന്നേ, അവിടെ ഞാൻ ഇരുത്തിയിരിക്കുന്ന അഭിഷിക്ത, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. കോവളത്തിന്റെ കാവൽക്കാരാ, രാത്രി എത്രയായി? ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ രക്തം വെള്ളമാവും. ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കാൻ പോയാൽ പരിസരം മറന്നുപോകും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ആരാധനയിലേക്ക് കയറിയാൽ ചിലപ്പോൾ വീഴും. അത് മുമ്പോട്ടാണോ പുറകോട്ടാണോ എന്ന് നോക്കാൻ എനിക്ക് നേരെയില്ല. കയ്യാലപ്പുറത്തിരുന്ന് വിമർശിക്കുന്നവന്റെ അളവിനനുസരിച്ച് വീഴാൻ എനിക്ക് നേരെയില്ലെന്നാ പറഞ്ഞേ. ഞാൻ എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ എല്ലാം മറന്ന് ഞാൻ ചോദിക്കുമ്പോ നിന്റെ അളവിനനുസരിച്ച് വീഴാൻ എനിക്ക് നേരെയില്ല. വീഴാൻ വേണ്ടി ആരാധിക്കുവല്ല, പിന്നെ ആരാധിക്കുമ്പോൾ വീഴുന്നെങ്കിൽ ആമേൻ, അതിലെനിക്കൊരു നിരാശയില്ല. പീലിപ്പോസിനോട് ചോദിക്കേ, ഇങ്ങനെ സ്നാനം കഴിഞ്ഞ് എങ്ങനെയാ പോയേ? മന്ത്രിയുടെ സ്നാനം കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ അസ്തോതി പോയാൽ എങ്ങനെയാ? എങ്ങനെ എടുത്തുകൊണ്ട് പോയി? ഇരുന്നു പോയോ, നിന്നു പോയോ, കിടന്നു പോയോ? ഫിലിപ്പോസ് ആത്മാവ് കൊണ്ടുപോയപ്പോ സ്റ്റഡിയായിട്ട് പോയോ, ഇരുന്നു പോയോ, പിന്നെ എങ്ങനെയാ പോയേ? എങ്ങനായാലും പോയി. പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങിയാൽ സ്നാനക്കടവിൽ നിന്ന് അസ്തോദിലേക്ക് പുതിയ നിയമത്തിൻ്റെ അഭിഷിക്തൻ പോകുമെങ്കിൽ ആ പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങിയാൽ എന്തു സംഭവിക്കും? എന്തു സംഭവിക്കും? കർത്താവെ, അറിഞ്ഞും അറിയാതെയും ദൈവസാന്നിധ്യ പ്രത്യക്ഷതയ്ക്ക് ഞങ്ങൾ വച്ചിരിക്കുന്ന പരിധികൾ കർത്താവെ അങ്ങ് പൊട്ടിച്ചു കളയണേന്ന് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾക്ക് പൊട്ടിക്കാൻ ഒക്കുകയല്ല, പക്ഷെ അങ്ങ് പൊട്ടിക്കേ. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ ചക്രവർത്തി പറഞ്ഞു, ആലയം കൊള്ളയിട്ടാൽ പോലും ആരും എന്നോട് ചോദിക്കുകയില്ല, ഒരു മനുഷ്യനും ചോദിക്കുകയില്ല. ചോദിച്ചില്ല. പക്ഷേ ചക്രവർത്തി, അന്ന് രാത്രി നിന്റെ ബെഡ്റൂമിൽ നിന്റെ ഭിത്തിയിൽ എഴുതാൻ ഒരുത്തൻ ഇറങ്ങി. ആരും ചോദിക്കണ്ട. ഓർത്തു നോക്കിയേ, ഒരു ചക്രവർത്തിയുടെ ബെഡ്റൂമിൻ്റെ ഭിത്തിയിൽ ഒരുത്തൻ എഴുതിയെന്ന് പറഞ്ഞാൽ അവൻ ആരാ? പടയാളി അനുവാദം കൊടുത്തോ? കാവൽക്കാരൻ അനുവാദം കൊടുത്തോ? അനുവാദത്തിന് വേണ്ടി അവൻ കാത്തു നിന്നോ? ഈ ദൈവത്തെ ഇന്ന് പകൽ സേവിക്കുന്നത്. യാക്കോബ് പറയുന്നു, ഒന്ന്, ജ്ഞാനം ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തലം നിന്റെ വിജയരഹസ്യം.
2, പ്രലോഭനങ്ങളിൽ വരുമ്പോൾ അത് പരീക്ഷ എന്നാ. കർത്താവ് ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. പിന്നെയോ നമ്മുടെ സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് ആകർഷിക്കപ്പെടുമ്പോഴത്രേ നാം പരീക്ഷിക്കപ്പെടുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ പ്രലോഭനമാണോ വിഷയം? രണ്ടാമത്തത് പ്രലോഭനം. ജയിക്കാൻ ആര് യുദ്ധം ചെയ്യും? ദൂതനോ? അല്ല. പിന്നെ ആര് യുദ്ധം ചെയ്യും? നീ. എവിടെ യുദ്ധം ചെയ്യും? പ്രലോഭനങ്ങൾ ഞാൻ വരുമ്പോൾ പാപം സംഭവിക്കരുത്. പാപം ചെയ്യരുത് പ്രസംഗിക്കാനും കേൾക്കാനും ഇഷ്ടമാണ്. പക്ഷെ ചെയ്യാതിരിക്കണ്ടേ? ഇതിന്റെ മർമ്മം അറിയണ്ടേ? ദേ യാക്കോബ് പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജയിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? മോഹം. പാപമാണോ മോഹമാണോ നമ്മുടെ പ്രശ്നം? മോഹം. എന്താ ചെയ്യുന്നേ? മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. അങ്ങനെയാണെ പാപത്തിന്റെ അമ്മ ആരാ? മോഹം. അപ്പൊ എന്നിൽ പാപം ഉണ്ടാകരുതെന്നാണ് എൻ്റെ നിർബന്ധമെങ്കിൽ പാപത്തിന്റെ മാതാവായ മോഹത്തിന്റെ ജനനം തടയണം. പാപത്തെ പ്രസവിക്കുന്ന അമ്മയായ മോഹം ജനിക്കരുത്. അങ്ങനെ മോഹനിൽ ജനിക്കരുതെങ്കിൽ ദേ പൗലോസ് മാറി എന്നുകൊണ്ട് പറയുന്നു, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ അഭിഷേകം എവിടെ വീഴണം? അഭിഷേകത്തിന്റെ കരുത്ത് എവിടെ കയറണം? അഭിഷേകത്തിൽ ഞാനും നിങ്ങൾ എവിടോട്ട് കയറി ചെല്ലണം? ഉണ്ടോ? നമ്മളിലെ അഭിഷിക്തൻ എവിടെ കയറണം എന്നറിയാവോ? നമ്മളിലെ അഭിഷിക്തൻ ചിന്താമണ്ഡലത്തിൽ കയറി ചെല്ലണം. ആമേൻ, ആമേൻ. പ്രശ്നം എന്താ? നമുക്ക് പ്രസംഗിക്കാനല്ലല്ലോ പ്രശ്നം, ആണോ? ഇവിടെ ആർക്കാ പ്രസംഗിക്കാൻ വയ്യാത്ത? ദേ ഇരിക്കുന്നു ജയലാൽ പാസ്റ്റർ, ദേ ഇരിക്കുന്നു പാസ്റ്റർ സജി കുര്യൻ. ആർക്കാ അവിടെ പ്രസംഗിക്കാൻ അറിയാത്ത? പക്ഷെ പ്രസംഗിക്കുമ്പോഴും ജയലാൽ പാസ്റ്റർ, സജി പാസ്റ്റർ, നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ പ്രസംഗിക്കുന്ന ദൂതിനോട് വിശ്വസ്തനാകണമെന്ന നമ്മുടെ ആത്മാവിന്റെ ചിന്ത. എനിക്ക് പ്രസംഗിച്ചാ പോരാ, പിന്നെ എന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? അത് യാക്കോബ് പറഞ്ഞു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യാതെ. യാക്കോബ് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. കണ്ണാടിയിൽ മുഖം നോക്കുന്ന എത്ര പേരുണ്ട്? ആരും ഇല്ലേ? ഉണ്ടല്ലോ. കണ്ണാടി മുഖം നോക്കിയിട്ട് വല്ല വിശേഷമുണ്ടോ? വൈകൃതങ്ങൾ എന്താന്ന് മനസ്സിലാക്കാം അല്ലേ? അല്ല എന്താ വിശേഷം? അപ്പൊ കണ്ണാടിയിൽ മുഖം നോക്കി വൈകൃതങ്ങളും വൈരൂപ്യങ്ങളും മനസ്സിലാക്കി തിരിയുന്ന ബുദ്ധിമാൻ എന്ത് ചെയ്യുന്നറിയാവോ? അതിനെ പരിഹാരം ചെയ്യും. കാരണം അവന് മനസ്സിലായി ഞാൻ ഇങ്ങനെയാന്ന്. അപ്പൊ വചന ശുശ്രൂഷയും വചന കേൾവിയും വചന വായനയും നമ്മളെ നമുക്കങ്ങ് കാണിച്ചു തരുവാ. അത് കാണിച്ച് തന്നിട്ട് തമ്പുരാൻ പറയുന്നു, എത്രമാത്രം ആത്മശക്തി വേണമെന്ന് മനസ്സിലായോ? എന്തിനു മനസ്സിലായി? ദേ വചനമെന്ന കണ്ണാടിയിലൂടെ നിനക്ക് ഞാൻ കാണിച്ചു തന്നു. പാപമാണ് നിന്റെ പ്രശ്നമെങ്കിൽ, പാപം ചെയ്യാതിരിക്കാനാണ് നിന്റെ പ്രശ്നമെങ്കിൽ,
ആമേൻ. പാപത്തിന്റെ മാതാവ് മോഹമാണെങ്കിൽ ആ മോഹത്തിന്റെ ജനനത്തെ തടയലാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഇതിന് ചിന്താമണ്ഡലത്തിൽ ഒരു വിടുതൽ നടക്കണം. ഇതിനെന്താ മാർഗം? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. അഭിഷേകം വേണോ? ആത്മപകർച്ച സംഭവിക്കണോ? പുതിയ പുതിയ പകർച്ചകൾ വേണോ? ഇപ്പോഴത്തെ കുറെ ചെറുപ്പക്കാരിറങ്ങി ആത്മപകർച്ച എന്ന് പറയുന്ന പ്രശ്നം. ആത്മപകർച്ച ഭൂന്ന് പറയാതെ പിന്നെ പകർച്ചയാലല്ലാതെ എങ്ങനാ കുഞ്ഞെ ഈ ചിന്താമണ്ഡലത്തിൽ ഒരു യുദ്ധം നടത്തുന്നേ? നോക്കിയേ, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ശക്തമായവ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെ ഇടിച്ച് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അങ്ങനെങ്കിൽ നമ്മുടെ ജഡിക മനുഷ്യനേക്കാൾ നമ്മളിലെ അഭിഷേകം കരുത്തുള്ളതാകണം. കാരണം നമുക്ക് മനസ്സിലായി ഇപ്പോഴും ചില മേഖലകൾ കീഴടങ്ങാനുണ്ട്. എനിക്ക് മനസ്സിലായി. തികഞ്ഞവനായതുകൊണ്ടല്ല, ഒന്ന് ജയിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഒരു തലമുറ പെട്ടുപോവുക. ഇതുങ്ങളെ ഒന്ന് രക്ഷിച്ചെടുക്കണമെങ്കിൽ നമ്മളൊന്ന് ജയം പ്രാപിച്ചിട്ട് ഇതിൻ്റെ വിജയരഹസ്യം പങ്കുവയ്ക്കാൻ ഒക്കൂ. ആമേൻ. ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന നമ്മൾ ഈ മണ്ഡലത്തിൽ പ്രാക്ടീസ് ചെയ്ത് ജയിക്കാതെ എങ്ങനെ അടുത്ത തലമുറയോട് വിജയരഹസ്യം പറയും? ആശ്രയ ഞങ്ങൾ പാപം ചെയ്യുന്നു, പ്രാർത്ഥിച്ചാൽ മതി മോനെ. അല്ല, എങ്ങനെ പ്രാർത്ഥിക്കണം? ഏത് നിലയിൽ പ്രാർത്ഥിക്കണം? ഏത് അഭിഷേകത്തെ പ്രാപിക്കണം? ഏത് ആത്മമണ്ഡലത്തിൽ ചതിക്കണം? ഏത് വെളിപ്പാട് പ്രാപിക്കണം? നീ പറഞ്ഞു കൊടുക്കണം. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അങ്ങനെയാണ് പൈശാചിക മണ്ഡലം നമ്മുടെ മുമ്പിൽ നടത്തുന്ന വെല്ലുവിളി എന്താ? മോഹങ്ങൾ ജനിക്കുമാറ് നമ്മുടെ ഉള്ളിൽ ചിന്ത കൊണ്ടുവരാനുള്ള ദൃശ്യം, ശബ്ദം, ബന്ധം, സംസാരം, പെരുമാറ്റം, സ്വഭാവം, പ്രകൃതി, വികൃതി, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നാം പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വെളിപ്പെടുത്താൻ പദ്ധതിയിട്ട് നിൽക്കുന്ന ഒരാത്മമണ്ഡലത്തിന്റെ രഹസ്യ പരസ്യ ഇടപെടലുകളെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ കയറി അഭിഷേകത്തിൽ തകർത്തു കളയുന്ന ഒരാത്മമണ്ഡലം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ വ്യാപരിക്കണം. പ്രാർത്ഥിക്കേ, 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 പ്രാർത്ഥിക്കേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. നിന്റെ കണ്ണ് ദേ ഒരു ദൃശ്യത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിന്റെ കണ്ണ് ഈ ദൃശ്യത്തിലൂടെ പകരുന്ന ആമേൻ ഒരു പകർച്ചയുണ്ട്. അതെവിടോട്ടാ വന്നെന്നറിയാമോ? ചിന്തകളിൽ. എന്തിന്? മോഹമെന്ന പാപത്തെ ജനിപ്പിക്കുന്ന അമ്മയെ സൃഷ്ടിക്കാൻ. കണ്ണിൽ വരെ വരും. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികമല്ല.
അത് കോട്ടകളെ ഇടിപ്പാൻ, അതകത്ത് കൂടുകൂട്ടാൻ തുടങ്ങുന്ന ഒരു കോട്ടയെ തകർക്കാൻ ദൈവസന്നിധിയിൽ കരുത്തുള്ളത്. അർത്ഥനഗ്നയായ ഈ സ്ത്രീയെ കണ്ടിട്ടും അർത്ഥനഗ്നനായി പുരുഷനെ കണ്ടിട്ടും ചിന്താമണ്ഡലങ്ങളെ അടുത്ത തലത്തിലേക്ക് വിടാൻ ഒരഭിഷിക്തനും മനസ്സു വരാതിരിക്കണമെങ്കിൽ അവനിലെ ആത്മമനുഷ്യൻ അവൻ കരുത്തുള്ളവനാണ്. അതിന് അഭിഷേകമല്ലാതെ മറുവഴിയില്ല. നെറ്റിനകത്ത് കയറി ജീസസ് എന്നടിച്ചാലും സൈഡിൽ ഒരുത്തി ചാടി വരും, ഒന്ന് ക്ലിക്ക് ചെയ്തോളാൻ. ആ സമയത്ത് നിന്റെ വിരൽ ക്ലിക്ക് അടിക്കാൻ പോകാതിരിക്കണമെങ്കിൽ നിന്റെ ഈ അവയവത്തിൽ വ്യാപരിക്കേണ്ടുന്ന ഒരു മരണമുണ്ട്. അത് കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് അഭിഷേകം. ഇനി പറ, അഭിഷേകം വേണോ? ഇനി പറ, ആത്മശക്തി വേണോ? ഇനി പറ, പ്രാർത്ഥന വേണോ? ഇനി പറ, ആരാധന വേണോ? എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ 20 വർഷത്തിനു മുമ്പ് അനുഭവിച്ച പ്രലോഭനങ്ങളല്ല നമ്മുടെ തലമുറയുടെ. അന്നത്തെ കാലത്ത് ഏലിയാവിൻ്റെ പുറകെ ചെന്ന് അടുത്ത തലമുറ ചോദിച്ചത് ഇതിങ്ങോട്ട് തരാനല്ല, തരുന്നെങ്കിൽ തമ്പുരാന് സന്ദേശം എന്താ ഉള്ളേ? എടാ, തലമുറ മാറുമ്പോൾ സാത്താന്യ തന്ത്രം മാറും. ഞാൻ എൻ്റെ അഭിഷേകത്തെ ഇരട്ടിയാക്കി പകരും. ആമേൻ, 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 ആമേൻ. എൻ്റെ ഒരു സംശയം, എന്നേക്കാൾ ഇരട്ടി വേണമെന്നല്ലേ എലീശ പറഞ്ഞേ? ഇത് ഞാൻ എങ്ങനെ കൊടുക്കും? അയാൾക്ക് വേണ്ടത് എത്ര? എൻ്റെ പകുതിയല്ല, എൻ്റെ മേലുള്ളതുമല്ല, പിന്നെ അയാൾക്ക് വേണ്ടുന്നത് എത്ര? അതെങ്ങനെ ഞാൻ കൊടുക്കുന്നേ? ഇതെങ്ങനെ ഞാൻ കൊടുക്കുന്നേ? തമ്പുരാൻ പറയും കൊടുക്കും. നിന്റെ മേൽ ഞാനിടുന്ന ഡെപ്പോസിറ്റ് ഇല്ലേ, നീ പോലും അതിൻ്റെ ആഴം കണ്ടുപിടിക്കാൻ മെനക്കെട്ട കിട്ടുകയില്ല. അടുത്ത തലമുറയിലോട്ട് പോകുന്നതിൻ്റെ ഇരട്ടിയാ പോകുന്നേ. അതെങ്ങനെയാ പോകുന്നേ? അതങ്ങനെയാ പോകുന്നേ, അതങ്ങനെ പോകൂ. കൃപ, കൃപ. പകർന്നു കിടക്കുന്നതിനേക്കാൾ ഇരട്ടി അടുത്ത തലമുറയിൽ പകർന്നു കൊടുക്കാൻ പാകത്തിൽ ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ മേൽ പകരുന്ന സജി കുര്യൻ പാസ്റ്ററിൽ നിന്ന് എൻ്റെ മേലേക്ക് പകരുന്നത് അദ്ദേഹത്തിൻ്റെ മേലുള്ളതിനേക്കാൾ ഇരട്ടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ കിടക്കുന്ന എത്രയാ? എൻ്റെ മേൽ പകരുന്നതിനേക്കാൾ ആഴമുള്ളതോ എൻ്റെ മേൽ പകരുന്നതിനേക്കാൾ ആഴം കുറഞ്ഞതോ? കുറഞ്ഞതാണേലും ആഴമുള്ളതാണേലും പകർന്നു വരുമ്പോൾ അത് പെരുകും. അപ്പൊ ചോദ്യകർത്താവ് ചോദിക്കുന്നത് 4 ഇരട്ടിയാണെങ്കിലും അത് പകരാൻ പാകത്തിലുള്ള ഡെപ്പോസിറ്റ് നിന്റെ മേൽ തമ്പുരാൻ ഇടും.
അങ്ങനാണ് അഭിഷേകത്തിൻ്റെ പരിധി തീരുമാനിക്കാൻ ഭൂലോക മലയാളത്തിൽ ഒരു ഉപദേശി നിനക്ക് കഴിയത്തില്ല. ഇതെങ്ങനെയാ? സയൻസ് വെച്ചൊന്ന് തെളിയിക്കാവോ? കണക്ക് വെച്ച് തെളിയിക്കാവോ? എങ്ങനെ തെളിയിക്കും? ദേ ഏലിയ പറയുന്നു, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് കാണുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നതും പുതപ്പ് വരുന്നതും ഒരു സമയം. എന്നെ എടുക്കുന്നത് ചുഴലിക്കാറ്റ. ദൈവദാസനെ, നിങ്ങളെ എടുക്കുന്നത് ചുഴലിക്കാറ്റാണെങ്കിൽ നിങ്ങളെക്കാൾ ഭാരം കുറഞ്ഞ പുതപ്പ് എങ്ങനെ താഴോട്ട് വരുന്നത്? എന്തായാലും പുതപ്പിന് നിങ്ങളുടെ അത്രയും വെയിറ്റ് ഇല്ലല്ലോ, നിങ്ങളെക്കാൾ വെയിറ്റ് കുറവല്ലേ? ഞങ്ങൾ പഠിച്ച മുഴുവൻ സയൻസ് വെച്ച് ഞങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾ പോകുന്നതിന്റെ മുകളിൽ പുതപ്പ് കയറി കയറി പോണം, അതാ സയൻസ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ഒരു സയൻസ് നടക്കുകയല്ല. പുതപ്പിടാൻ ഞാൻ തീരുമാനിച്ചാൽ പുതപ്പ് അതിന്റെ നടുവിലൂടെ ഓടും. വാഴും വാഴും വാഴും. പരിധികൾ പൊട്ടട്ടെ, പരിധികൾ പൊട്ടട്ടെ, പരിധികൾ പൊട്ടട്ടെ. ഇതുവരെ റിസീവ് ചെയ്യാത്ത യാഗം ഇന്ന് പകൽ ചിലതിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വീഴട്ടെ. മക്കളെ, ഭാരമുള്ള ഏലിയ പ്രവാചകനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ചുഴലിക്കാറ്റിൻ്റെ ഇടയിൽ അടുത്ത തലമുറയ്ക്കുള്ള പുതപ്പിനെ വലിച്ചിറക്കിക്കൊണ്ടുവരുന്ന ഒരു ഇളങ്കാറ്റുണ്ട്. നിനക്ക് മനസ്സിലാകുകയില്ല, നീ കാണുകയില്ല, നീ കേൾക്കുകയില്ല, പക്ഷെ അതുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തൊരു ഇളങ്കാറ്റ് ആരുടെയോ മേൽ പുതിയ ചില പുതപ്പുകളെ ഇറക്കിക്കൊണ്ടുവരുന്നു. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. ഒരു കണ്ണ് കാണാത്ത, ഒരു കാത് കേൾക്കാത്ത ഒന്ന് ഇന്ന് പകൽ സംഭവിക്കട്ടെ. ചില ചുഴലിക്കാറ്റുകൾ ഇന്ന് പകൽ ചിലതിനെ പോക്കിക്കൊണ്ടുപോകട്ടെ. കാണാൻ വന്നവരിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാപിക്കാൻ വന്നവർ ഇതിന് നടുവിൽ പ്രാപിക്കട്ടെ. ഇന്ന് വരെ കത്താത്ത തരത്തിലാ തീ കത്തട്ടെ. നീ ഇന്ന് വരെ ജയാളിയാവുകയോ? ഇതുവരെ ചെയ്യാത്ത ഒന്നും നിന്നെ കൊണ്ട് ആത്മാവ് ചെയ്യിക്കാൻ പോവുകയോ?